ഹായ് ഹലോ, നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ. അതിലോട്ട് ഞാൻ എന്താ ഒരു 3 മീഡിയം സൈസ് സബോള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 5-6 അല്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വേപ്പില, എരിവുള്ള ഒരു പച്ചമുളക്, ഇഞ്ചി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. മുളക് എരിവുള്ളതായ കാരണം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തത്. ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിൽ കടുക് വെച്ച് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ഇച്ചിരി ഉലുവ ചേർത്ത് കൊടുക്കാമേ. ഉലുവ ഓപ്ഷണബിളാണ്, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവത്തില്ല. ഞാനിപ്പോൾ അത് ചെറിയൊരു ക്വാണ്ടിറ്റി ഉലുവ ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലോട്ട് ചേർക്കുകയാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ അത് വേഗം വാടി കിട്ടുകയെ. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആവണ വരെ സവാള വഴറ്റി കൊടുക്കണേ. അത് വഴറ്റി ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർക്കാം. ചതച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അത് നല്ലോണം അതിൻ്റെ കൂടെ അത് മിക്സായി അതിൻ്റെ പച്ചമണം മാറി വരണ വരെ നമ്മളതിൽ മിക്സ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തക്കാളിയും കുടംപുളിയും ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയേ. ഞാനിപ്പോൾ ഇതിലോട്ട് തക്കാളി അടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നവരുമുണ്ട്. അരച്ച് ചേർക്കുമ്പോൾ വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് മിക്സായി കിട്ടും. അപ്പം നമുക്കിപ്പം ഞാനിതിൽ മുളക് സെപ്പറേറ്റാണ് ചേർത്തത്. നമ്മൾ തക്കാളി അരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ കൂടിയിട്ട് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ തക്കാളി അതിൻ്റെ കൂടെ ചേർത്തു. ഞാൻ നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലകൾ അതിലോട്ട് ചേർക്കാം കേട്ടോ. ചിലർ മസാലകൾ ചേർത്ത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കണവരുണ്ട്. ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർക്കുന്നത്. മസാലകൾ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലകൾ ചേർക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഞാനങ്ങനെ മസാലകൾ 1 by 1 ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അതിലേക്ക് കുടംപുളി ചേർക്കാം. ഞാനിപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചത് വളരെ ചെറിയ 2 കഷ്ണം കുടംപുളി ഓൾറെഡി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു. അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ കുടംപുളി അങ്ങ് ചേർക്കാമേ. അതിൽ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയം ഇത്തിരി ചേർക്കാം. ഞാനിപ്പോൾ ഇതാ 1 ഗ്ലാസ് കുടംപുളി ഇട്ട വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി കൂടി ഗ്രേവി വേണം, അല്ലെങ്കിൽ ചാറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. ഇപ്പം അത് തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾ അതിലോട്ട് ചേർക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും കയ്യിലിട്ട് ഇളക്കരുത്. ഇതുപോലെ ചിറ്റിച്ചെടുക്കണം. മീൻ കറി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും വിളമ്പാവൂ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ബായ്.